നമസ്കാരം. അധികാര കൊതിമൂത്ത് സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു ജനതയെ മുഴുവൻ വംശഹത്യക്ക് ഇരയാക്കുകയും പശ്ചിമേഷ്യ ഒന്നടങ്കം ഭീതിയുടെ മുനമ്പിൽ നിർത്തുകയും ചെയ്യുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപത്തിനെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കും പാപങ്ങൾക്കും കാലം കാത്തുവച്ചിരിക്കുന്ന വലിയൊരു ദുരന്തത്തിലേക്കാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിനകത്തു നിന്നുള്ള ജനരോഷവും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലും മാത്രമല്ല, തന്നെ ഇത്രയും കാലം അന്ധമായി പിന്തുണച്ച അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തള്ളിപ്പറയലുകൾ കൂടി നേരിടേണ്ടി വരുന്നതോടെ നെതന്യാഹുവിന്റെ അഹങ്കാരത്തിന്റെ പതനം പൂർണ്ണമാവുകയാണ്. സ്വന്തം നിലനിൽപ്പിനായി യുദ്ധത്തെ ഒരു ആയുധമാക്കിയ ഈ ഏകാധിപതിയെ കാത്തിരിക്കുന്നത് അതിഭീകരമായ രാഷ്ട്രീയ ആപത്താണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുകയാണ്. നെതന്യാഹുവിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നെതന്യാഹു ഇസ്രായേലിന്റെ പ്രസിഡന്റായി തുടരണമെന്ന് ജൂതന്മാർ പോലും ആഗ്രഹിക്കുന്നില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അദ്ദേഹം മാപ്പ് പറയേണ്ടതായി വരും. നെതന്യാഹു അധികാരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. 2023 ഒക്ടോബറിൽ ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ക്രൂരമായ സൈനിക അധിനിവേശത്തോടെയാണ് ഈ ദുരന്തത്തിന്റെ ആധുനിക അധ്യായം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഗസയിലും ലെബനിലും ഫലസ്തീൻ മണ്ണിലും ഒക്കെ നടന്നത് ചരിത്രം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള നെതന്യാഹുവിന്റെ ക്രൂരതയായിരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം 10,000-കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയും പട്ടിണിക്കിട്ടും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും ഐക്യരാഷ്ട്രസഭയുടെ കേന്ദ്രങ്ങൾ വരെ ബോംബിട്ട് തകർത്തും നെതന്യാഹു ആസ്വദിച്ചത് തന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കിട്ടാനുള്ള അവസരങ്ങളായിരുന്നു. ഈ വംശഹത്യ ഒന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല. മറിച്ച് യുദ്ധം അവസാനിച്ചാൽ തനിക്കെതിരെയുള്ള അഴിമതി കേസുകളിലും ഒക്ടോബർ 7-ലെ കനത്ത സുരക്ഷാ വീഴ്ചകളിലും വിചാരണ നേരിടേണ്ടി വരുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുമുള്ള നെതന്യാഹുവിന്റെ വ്യക്തിപരമായ ഭയത്തിൽ നിന്നാണ് ഈ ചോരപ്പുഴകൾ ഒഴുകിയതത്രയും. യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക എന്നത് മാത്രമാണ് തന്റെ അധികാര കസേര നിലനിർത്താനുള്ള ഏക മാർഗമെന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരുന്നു. ഗാസയിൽ തുടങ്ങിയ ഈ അധിനിവേശം പിന്നീട് ലെബനനിലേക്കും സിറിയയിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് മേഖലയെ ഒന്നടങ്കം ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നെതന്യാഹു മനഃപൂർവ്വം തള്ളിവിടുകയായിരുന്നു. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെയും പ്രതിരോധ നേതാക്കൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുകയുമുണ്ടായി. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ അവിശുദ്ധ ബന്ധത്തെ തനിക്ക് അനുകൂലമായി മുതലെടുക്കുകയായിരുന്നു നെതന്യാഹു ഇതിനായിട്ട് ചെയ്തത്. വാഷിംഗ്ടണിലെ കടുത്ത സയനിസ്റ്റ് ലോബികളെയും ആയുധ കച്ചവടക്കാരെയും സ്വാധീനിച്ചും ശതകോടിക്കണക്കിന് ഡോളറിന്റെ അമേരിക്കൻ നികുതി പണം അത്യാധുനിക ആയുധങ്ങളായി കൈപ്പറ്റിയും നെതന്യാഹു ഒടുവിൽ അമേരിക്കയെ കൂടി ഈ വിനാശകരമായ യുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചിഴച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര സൈനിക സംഘർഷം ഇത്രത്തോളം വഷളാകാനും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ലോക സമാധാനത്തെയും ബാധിക്കുന്ന രീതിയിലേക്ക് വളരാനും പ്രധാന കാരണക്കാരൻ ഈ നെതന്യാഹു തന്നെയാണ് എന്ന് നമുക്ക് ഒട്ടും സംശയമില്ലാതെ പറയാം. അമേരിക്കൻ സൈന്യത്തെ പശ്ചിമേഷ്യൻ മണ്ണിൽ ഇറക്കി ഇറാനെ ഭീഷണിപ്പെടുത്താനും ആ സൈനിക നിഴലിൽ ഒളിച്ചു നിന്ന് സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനുമാണ് ഇസ്രായേൽ ശ്രമിച്ചത്. എന്നാൽ ഈ അപകടകരമായ കളി ലോകത്തെ മുഴുവൻ ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്കാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. പക്ഷേ എല്ലാ കുതന്ത്രങ്ങൾക്കും ഒരു പരിധി ഉണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള യുദ്ധവെറിയും അമേരിക്കയുടെ സ്വന്തം ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിഘാതമാകാൻ തുടങ്ങിയതോടെ കടുത്ത സയനിസ്റ്റ് അനുഭാവിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും നെതന്യാഹുവിനെ പരസ്യമായി തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇസ്രായേലിന്റെ ഈ അഹങ്കാരവും സ്വന്തം വാക്ക് കേൾക്കാത്ത നയങ്ങളും വകവെച്ചു കൊടുക്കാൻ തങ്ങൾക്ക് എക്കാലവും കഴിയില്ല എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയത്. ലോക പോലീസായ അമേരിക്കയെ പോലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നെതന്യാഹു ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് വാഷിംഗ്ടണിൽ ശക്തമായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. പരമവിശ്വസ്തനായ കൂട്ടാളി പോലും കൈവിടുമ്പോൾ നെതന്യാഹുവിന്റെ തകർച്ച എത്രത്തോളം ആഴമുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നെതന്യാഹുവിനെതിരെയുള്ള ഘടികാരം അതിവേഗം ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗാസയിൽ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി തടവുകാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ കഴിയാത്തതും സ്വന്തം ജനങ്ങളുടെ ജീവൻ പണയം വെച്ച് യുദ്ധം നീട്ടുന്നതുമെല്ലാം ഇസ്രായേൽ തെരുവുകളിൽ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടും ഉടനടി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടും ദിവസവും പ്രക്ഷോഭം നടത്തുന്നത്.
സഖ്യകക്ഷി സർക്കാരിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ ഭീഷണിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതികളുടെ അറസ്റ്റ് വാറന്റുകളും നെതന്യാഹുവിനെ നാൾക്കുനാൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം എന്തിനോ ഉള്ള പുറപ്പാടിലാണ്. യുദ്ധം നീട്ടി കൊണ്ടുപോയി. അധികാരഭ്രാന്ത് മൂത്ത് പശ്ചിമേഷ്യൻ ജനതയ്ക്ക് മേൽ നെതന്യാഹു അഴിച്ചുവിട്ട ക്രൂരതകൾക്ക് വിനാശകരമായ ഒരു അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണ് എന്ന് ഇവിടെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കും വംശഹത്യകൾക്കും കാലം കരുതി വെച്ചിരിക്കുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അമേരിക്കയുടെ തോളിൽ കൈയിട്ട് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഈ യുദ്ധ കുറ്റവാളിയെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ ദുരന്തവും ആപത്തും തന്നെ. സ്വന്തം രാജ്യത്തെ ജനങ്ങളാൽ തിരുത്തപ്പെടുകയും ലോകരാഷ്ട്രങ്ങളാൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന നെതന്യാഹുവിന്റെ പതനം സമാധാനം ആഗ്രഹിക്കുന്ന ഏവർക്കും സാമ്രാജ്യത്തിന്റെ പരാജയമായിട്ട് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. എന്തുകൊണ്ട് ഇസ്രായേലിന് ബെഞ്ചമിൻ നെതന്യാഹു ഒരു കളങ്കമായി മാറിയിരിക്കുന്നു എന്നുകൂടി വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞ 4 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലം വിലയിരുത്തിയാൽ മാത്രം മതിയാകും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകാലം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് 2022 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളും സൈനിക നടപടികളും അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേലിനുള്ളിലും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മനുഷ്യാവകാശ സംഘടനകൾ, ഐക്യരാഷ്ട്രസഭ, നിരവധി രാജ്യങ്ങൾ കൂടാതെ ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് പിന്നീട് രൂപപ്പെട്ടത്. ഏറ്റവും വലിയ വിമർശനം ഗാസയിൽ നടന്ന സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഹമാസിനെതിരായ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 10,000-കണക്കിന് ഫലസ്തീൻ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ തുടങ്ങിയ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന ആരോപണങ്ങളും ഗസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുടെ വിതരണം നിയന്ത്രിച്ചതും വലിയ മാനുഷിക പ്രതിസന്ധിക്കാണ് കാരണമായത്. ഇതെല്ലാം ചെയ്തത് നെതന്യാഹുവാണ്. ചില രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഈ നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇസ്രായേൽ അത് നിഷേധിച്ച് ഹമാസിനെതിരായ നിയമാനുസൃതമായ സുരക്ഷാ നടപടിയാണെന്നാണ് നിലപാടെടുത്തത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കളങ്കം. അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആക്രമണം തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് നെതന്യാഹു സർക്കാരിനെതിരായ വലിയ വിമർശനം. രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും നീതിന്യായ പരിഷ്കാരങ്ങൾക്കുമാണ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നും അതാണ് സുരക്ഷാ സംവിധാനത്തെ ദുർബലമാക്കിയതെന്നും അദ്ദേഹത്തിന്റെ വിമർശകരും ആരോപിച്ചിട്ടുണ്ട്. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലിലെ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും നെതന്യാഹു സർക്കാർ വിമർശനം നേരിട്ടു. സൈനിക നടപടികൾക്കൊപ്പം കൂടുതൽ സജീവമായ ചർച്ചകൾ നടത്താൻ സർക്കാർ തയ്യാറായില്ല എന്നതും ബന്ദികളുടെ സുരക്ഷയേക്കാൾ യുദ്ധത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കാണ് മുൻഗണന നൽകിയതെന്നും കുടുംബാംഗങ്ങളും പ്രതിഷേധക്കാരും ആരോപിച്ചു. യുദ്ധം നീണ്ടതോടെ സർക്കാരിനെതിരായ ജനരോഷവും വർദ്ധിച്ചു വരികയാണ്. നെതന്യാഹുവിനെതിരായ മറ്റൊരു പ്രധാന ആരോപണം യുദ്ധം രാഷ്ട്രീയ നിലനിൽപ്പിനായി ഉപയോഗിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളും ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളും കണക്കിലെടുത്ത് യുദ്ധം അവസാനിച്ചാൽ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് യുദ്ധം ദീർഘിപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിക്കുന്നത്. ഇസ്രായേലിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും ഈ കാലയളവിൽ വലിയ രീതിയിൽ അരങ്ങേറി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള സമീപനവും വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വെടിനിർത്തൽ ആഹ്വാനങ്ങളും അന്താരാഷ്ട്ര കോടതികളുടെ നിർദ്ദേശങ്ങളും അവഗണിച്ചാണ് ഇസ്രായേൽ സൈനിക നടപടികൾ തുടർന്നത് എന്ന ആരോപണത്തെ തുടർന്ന് രാജ്യത്തിനെതിരെ വിവിധ അന്താരാഷ്ട്ര നിയമ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ നടപടികൾ സ്വയം സുരക്ഷയ്ക്കാണെന്ന നിലപാടാണ് പിന്നെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷവും മേഖലയിലെ സൈനിക സംഘർഷങ്ങളും ശക്തമായ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ നയങ്ങൾ അമേരിക്കയെ കൂടുതൽ സങ്കീർണമായ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴച്ചു എന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിന് പിന്തുണ തുടർന്നുവെങ്കിലും സാധാരണ ജനങ്ങളുടെ മരണവും മാനുഷിക പ്രതിസന്ധിയും രൂക്ഷമായതോടെ ചില വിഷയങ്ങളിൽ വാഷിംഗ്ടൺ തന്നെ പരസ്യമായ ആശങ്ക പ്രകടിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ട്രംപ് വരെ പറഞ്ഞു. ഇതെല്ലാം ചേർന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വം ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദപരമായ ഒന്നായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശക്തനായ നേതാവായി വിശേഷിപ്പിക്കുമ്പോൾ വിമർശകർ അദ്ദേഹത്തിന്റെ നയങ്ങൾ പശ്ചിമേഷ്യയിലെ മാനുഷിക ദുരന്തം രൂക്ഷമാക്കുകയും അതുപോലെ ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാണ് വിലയിരുത്തുന്നത്.